2025 അറിയാം സ്ഥാനാർത്ഥി എന്ന പരിപാടിയുമായി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കപ്പൂർ പഞ്ചായത്തിലെ 12ാം വാർഡായ ഞാവളുംകാടിലാണ്. കപ്പൂർ പഞ്ചായത്തിലെ തന്നെ മികച്ച രാഷ്ട്രീയ മത്സരം നടക്കാനിരിക്കുന്ന വാർഡുകളിൽ ഒന്നാണ് 12ാം വാർഡ്. 12ാം വാർഡിലെ LDFന്റെ ജനകീയ മുഖം സൽമ ടീച്ചറോടൊപ്പമാണ് നാം ഇന്നുള്ളത്. ജയിക്കണല്ലേ? ഞങ്ങൾക്ക് ആവശ്യം അതാണ്. അതെ, ഞങ്ങൾക്ക് പല സഹായങ്ങളും അതിനെക്കൊണ്ടുണ്ടായിരുന്നു. കപ്പൂർ പഞ്ചായത്തിലെ 12ാം വാർഡായ ഞാവൽക്കാടിലെ സ്ഥാനാർത്ഥിയായി ജനഹൃദയങ്ങൾ കീഴടക്കി സൽമ ടീച്ചർ എത്തുന്നു. വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം എന്നീ രംഗങ്ങളിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള സൽമ ടീച്ചർക്ക് നാടിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ദാറുൽ ഹിദായ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്ന സൽമ ടീച്ചർ വർഷങ്ങളായി 11ാം വാർഡായ കാഞ്ഞിരത്താണിയിലെ വാർഡ് മെമ്പറായിരുന്നു. ഇത്തവണ പഞ്ചായത്തിലെ 12ാം വാർഡായ ഞാവൽക്കാടിൽ നിന്നും മൂന്നാമതും ജനവിധി തേടാനിറങ്ങുകയാണ് സൽമ ടീച്ചർ. കപ്പൂർ പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പുതിയ വാർഡാണ് 12ാം വാർഡ് ഞാവൽക്കാട്. ഞങ്ങൾ പ്രചാരണ പരിപാടിയുമായി വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീം വർക്കായിക്കൊണ്ട് തന്നെയാണ് പ്രചരണം നടത്തുന്നത്. അധ്യാപിക എന്ന നിലയിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യങ്ങൾ നന്നായി അറിയാമെന്നതിനാൽ വാർഡിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ പ്രതിജ്ഞാബദ്ധയാണ് സൽമ ടീച്ചർ. കൂടാതെ സാധാരണക്കാരുമായി അടുത്ത ബന്ധമാണ് കഴിഞ്ഞ 10 വർഷത്തെ ജനപ്രതിനിധിയായിരിക്കെ സൽമ ടീച്ചർക്കുള്ളത്. പഞ്ചായത്തിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം കൂടിയാണ് ടീച്ചർ. 40ലധികം കുടുംബങ്ങൾക്കായി പട്ടയ വിതരണം നടത്താനായതും കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന പഴയ VO ഓഫീസ് കെട്ടിടത്തെ സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി ആക്കി ഉയർത്തി ഉപയോഗപ്രദമാക്കി മാറ്റാനായതും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35ഓളം കുടുംബങ്ങൾക്ക് വീടുകൾ നൽകാനായതും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കോളനി നവീകരണവുമെല്ലാം സൽമ ടീച്ചർ തന്റെ കാലയളവിൽ നടപ്പിലാക്കിയ ചുരുക്കം ചില വികസന പദ്ധതികൾ മാത്രമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളം കപ്പൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലെ മെമ്പറായിരുന്നല്ലോ ടീച്ചർ. അപ്പോൾ ആ 10 വർഷക്കാലം വാർഡിലെ ജനങ്ങൾക്കായിട്ട് ടീച്ചർ നൽകിയ വികസനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാം. കഴിഞ്ഞ 10 വർഷക്കാലം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിൽ എടുത്തു പറയാവുന്നത് തന്നെയാണ് 40ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ സാധിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 32ഓളം കുടുംബങ്ങൾക്ക് വീട് നൽകാൻ സാധിച്ചു എന്നുള്ളതും, അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി എൻ്റെ വാർഡിൽ ആരംഭിച്ചതും ഈ കാലയളവിൽ തന്നെയാണ്. ഒരുപാട് 1 കോടിയിലധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നും ഞാൻ വളരെ അഭിമാനപൂർവ്വം ഓർക്കുന്നൊരു കാര്യമാണ്. ചോലക്കുളത്ത് നീന്തൽക്കുളം നിർമ്മാണോദ്ഘാടനം നടത്താനായതും വനിതകൾക്കായി യോഗ ക്ലാസ് ആരംഭിക്കാനായതും 1 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്ക് എത്തിക്കാൻ സാധിച്ചതും ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ കാലയളവിൽ സൽമ ടീച്ചർക്ക് നടപ്പിലാക്കാനായത്. മുഖ്യമന്ത്രിയുടെ CMLRP ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചുള്ള എറവക്കാട് ജാറം റോഡ് നവീകരണം ഉടൻ പൂർത്തീകരിക്കാനിരിക്കുന്ന മറ്റൊരു പദ്ധതിയാണ്. കൊളന്നൂർ അംഗൻവാടിയെ അതിനൂതന സ്മാർട്ട് അംഗൻവാടിയാക്കി ഉയർത്താനുള്ള സ്വപ്ന പദ്ധതിയും സൽമ ടീച്ചറുടെ മനസ്സിലുണ്ട്. റോഡുകൾ, കുടിവെള്ളം, മാലിന്യ സംസ്കരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ സമയബന്ധിതമായി മാറ്റം കൊണ്ടുവരാൻ കൃത്യമായ പദ്ധതികൾ സൽമ ടീച്ചർ ആവിഷ്കരിച്ചു വരികയാണ്. 2020-25 വർഷത്തിൽ ജനറൽ സംവരണ സീറ്റിലും 2015-20 വർഷത്തിൽ വനിതാ സംവരണ സീറ്റിലും വിജയിച്ചു വന്ന സൽമ ടീച്ചർ ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ് മൂന്നാമതും ജനവിധി തേടാനിറങ്ങുന്നത്. ഭർത്താവും കർഷകനുമായ അബ്ദുള്ള കുട്ടിയുടെയും 4 മക്കളുടെയും അകമൊഴിഞ്ഞ പിന്തുണയും സൽമ ടീച്ചറുടെ ജനസേവനത്തിന് പുറകിലെ വിജയ ചരിത്രത്തിനുണ്ട്. ഇത്തവണ 12ാം വാർഡിലെ സൽമ ടീച്ചറാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? സൽമ ടീച്ചർ ജയിക്കും ഇത്തവണ? ജയിക്കണല്ലേ? ഞങ്ങൾക്ക് ആവശ്യം അതാണ്. അതെ, ഞങ്ങൾക്ക് പല സഹായങ്ങളും അതിനെക്കൊണ്ടുണ്ടായിരുന്നു. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് അത് വാങ്ങി തരണുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷക്കാലത്തോളം ടീച്ചർ 11ാം വാർഡിൽ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു പ്രവൃത്തിയൊക്കെ വെച്ചിട്ടാണോ തോന്നുന്നത് ഇത്തവണ ടീച്ചർ ജയിക്കണം? അതുകൊണ്ടാണോ തോന്നുന്നത്? അതുകൊണ്ടാണ് തോന്നുന്നത്. അതെ, ടീച്ചറെ കൊണ്ട് ഞങ്ങൾക്ക് കാര്യമുണ്ട്. കാര്യം തന്നെ ഗവൺമെന്റിൽ എന്താ അനുകൂലം ഉണ്ടെങ്കിൽ അത് വാങ്ങി തരും. അത് എന്ത് വന്നതിന് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ കഴിഞ്ഞ 10 വർഷത്തോളം ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി നല്ല സഹായമാണ് അപ്പൊ ചെയ്തിട്ടുള്ളത്. എത്രയും സഹായം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന 5 വർഷം ടീച്ചർ തന്നെ ജയിക്കണം. ജയിച്ചിട്ട് ഈ വാർഡിൽ നിൽക്കണം. അതെ. വാർഡ് വിഭജനത്തിന് ശേഷം പഴയ 12ലെ പ്രധാനപ്പെട്ട ഭാഗം പുതിയ 12ലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള പഴയ 12ലുള്ള പോരായ്മകൾ, അത് റോഡായാലും മറ്റ് സൗകര്യമായാലും, അത് ആ പോരായ്മകൾ നീക്കം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ സ്നേഹപ്രകടനം കാണുമ്പോൾ ആ പ്രതീക്ഷ ഒന്നും കൂടി വർദ്ധിക്കുകയാണ്. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത സ്ഥാനാർത്ഥിയിലേക്കുള്ള യാത്ര തുടരുകയാണ് നമ്മൾ. ക്യാമറമാൻ സവിനയനോടൊപ്പം മാളവിക സുധാകരൻ, വിറ്റ്നസ് ന്യൂസ്.